നമ്മുടെ അയൽക്കാരനുമായി അതിർത്തി തർക്കം ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഇരു വസ്തുക്കൾക്കുമിടയിൽ ഒരു മതിൽ കെട്ടുക എന്നത്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് നമ്മുടെ വസ്തുവിൽ തന്നെ പൂർണ്ണമായി മതിൽ നിർമ്മിക്കാം. അല്ലെങ്കിൽ അയൽക്കാരനുമായി സഹകരിച്ച് ഒന്നിച്ചൊറ്റക്കെട്ടായി മതിൽ കെട്ടാം. ഇങ്ങനെ കെട്ടിയ മതിലിൽ പിന്നീടുണ്ടാകുന്ന തർക്കങ്ങൾ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് ഇന്നത്തെ പ്രധാന വിഷയം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി. ഒരു മതിലിൽ എന്തിരിക്കുന്നു? ഒരു മതിലിൽ എല്ലാം ഇരിക്കുന്നു. നമ്മളില്ലാത്ത സമയത്ത് അയൽക്കാരൻ മതിൽ കെട്ടി. ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ വിസ്തീർണക്കുറവ് കാണുന്നു. കുറച്ചു ഭാഗം അയൽക്കാരൻ കയ്യേറി കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ വസ്തുവിൽ മതിൽ കെട്ടാൻ അയൽക്കാരൻ സമ്മതിക്കുന്നില്ല. അയൽക്കാരൻ നിലവിലുള്ള മതിൽ പൊളിച്ചു കെട്ടുന്നു. അയൽക്കാരൻ നിലവിലെ മതിലിനു മുകളിൽ വീണ്ടും കെട്ടുന്നു. മതിലിനു മുകളിൽ കൂടി അയൽക്കാരൻ്റെ മരങ്ങൾ നമ്മുടെ വസ്തുവിലേക്ക് വളർന്നു വരുന്നു. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ എന്നും കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് അല്പം നിയമകാര്യങ്ങൾ പറയാം. നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭാഗം കൃത്യമായി വിഭജിച്ചാണ് വാങ്ങേണ്ടത്. പ്രോപ്പർട്ടിയുടെ ഓരോ അതിർത്തിയും മീറ്റർ, സെൻറ്റിമീറ്റർ കണക്കിൽ അളന്ന് അത് നിലവിലുള്ള സർവേ സ്കെച്ചിൽ ചുവന്ന മഷിയിൽ വരച്ച് സബ് ഡിവിഷൻ തിരിച്ചാണ് സ്ഥലം വാങ്ങുന്നത്. സ്ഥലം മാത്രമല്ല, ചിലപ്പോൾ ഒന്നായിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളും വിഭജിച്ച് വാങ്ങാറുണ്ട്. ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ്, മറ്റു കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ വിഭജിക്കാതെ വാങ്ങാവുന്നതാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് വിഭജിച്ച് വാങ്ങിയ പ്രോപ്പർട്ടിയെക്കുറിച്ചാണ്. ഭൂമിയിൽ അതിർത്തി തിരിക്കാൻ കഴിയുന്ന ഉടമസ്ഥാവകാശത്തെക്കുറിച്ച്. ഭൂമിയിൽ അതിർത്തി തിരിക്കുമ്പോൾ അതിൽ കൃത്യമായി ലൈൻ വരുമെങ്കിലും അതിലെ കെട്ടിടം അല്ലെങ്കിൽ ഭിത്തിയോ മതിലോ രണ്ട് പ്രോപ്പർട്ടിയിലും കൂടി നിൽക്കുന്ന രീതിയിൽ വരാറുണ്ട്. അങ്ങനെ വന്നാൽ അത്രയും ഭാഗം കോമൺ പ്രോപ്പർട്ടിയായി നിയമം കണക്കാക്കും. ഇങ്ങനെ രണ്ട് വസ്തുവിലും വരാത്ത കെട്ടിടങ്ങളും മരങ്ങളുമെല്ലാം നമ്മുടെ പരിപൂർണമായ ഉടമസ്ഥതയിലേക്ക് വരും. എന്നാൽ ഇരു വസ്തുവിലും കൂടി വരുന്ന പ്രോപ്പർട്ടികൾ കോമൺ പ്രോപ്പർട്ടിയായി തന്നെ നിലനിൽക്കും. അതിർത്തി മതിലുകളാണ് പൊതുവെ കോമൺ പ്രോപ്പർട്ടിയായി വരുന്നത്. മരങ്ങളും വരാം. നമ്മുടെ വസ്തുവിലെ മരങ്ങൾ അയൽ വസ്തുവിലേക്ക് വളരുമ്പോൾ ആ മരം കോമൺ പ്രോപ്പർട്ടിയായി തീരും. അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു. ഇതാണ് ആ വീഡിയോ. ഇപ്പോൾ നമ്മൾ കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് ചെറുതായി ഒന്ന് മനസ്സിലാക്കി. ഇനി ഈ കോമൺ പ്രോപ്പർട്ടിയുടെ അവകാശം എങ്ങനെയാണ് നിയമം തീരുമാനിക്കുന്നതെന്ന് നോക്കാം. അടുത്തടുത്തായി കിടക്കുന്ന രണ്ട് പ്രോപ്പർട്ടികളുടെ മതിൽ ഒന്നാണെങ്കിൽ അങ്ങനെയുള്ള ചേർന്ന് കിടക്കുന്ന വസ്തുക്കളുടെ ഉടമസ്ഥരെ വിളിക്കുന്ന പേര് ടെനൻസ് ഇൻ കോമൺ എന്നാണ്. മതിലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ടെനൻസ് ഇൻ കോമൺ ആകുന്നത്. ഒരു മതിൽ 20 മീറ്റർ നീളത്തിലും 10 സെൻറ്റിമീറ്റർ വീതിയിലും നിർമ്മിച്ചിരിക്കുന്നു എന്ന് കരുതുക. ആ മതിലിനെ നീളത്തിൽ രണ്ടായി മുറിക്കുകയാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ വീതിയും 20 മീറ്റർ നീളവുമുള്ള രണ്ട് കഷണങ്ങളാകുമല്ലോ. അങ്ങനെ ആ മതിലിനെ നീളത്തിൽ മുറിച്ചാൽ വരുന്ന ഓരോ കഷ്ണവും ഓരോ ഓണർക്ക് അവകാശപ്പെട്ടതാണെന്ന് നിയമം കണക്കാക്കുന്നു. അതുകൊണ്ട് 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ആ മതിലിനു മുകളിൽ കൃത്യം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു സാങ്കല്പിക ലൈനാകും ആ മതിലിനെ രണ്ട് സ്ട്രൈപ്പുകളായി തിരിക്കുന്നത്. ഇങ്ങനെ മതിലിൻ്റെ മധ്യഭാഗത്തു കൂടി കെട്ടിയ കയർ മതിലിനെ നീളത്തിൽ രണ്ടായി തിരിക്കുമ്പോൾ അവിടെ ഓരോ ഓണർക്കും അവരുടെ ഭാഗത്തുള്ള മതിലിൻ്റെ അവകാശം വരുന്നത് പോലെ തന്നെ ആ മതിലിൻ്റെ എതിർഭാഗത്ത് ഒരു ഈസ്മെൻ്റ് അവകാശം കൂടി കൈവരും. ഇതിനെ ക്രോസ് ഈസ്മെൻ്റ് എന്നാണ് പറയുന്നത്. ഒരേ മതിലിൽ ഇരു കൂട്ടർക്കും ക്രോസ് ഈസ്മെൻ്റ് കൈവരും. എന്ന് വെച്ചാൽ എൻ്റെ അയൽക്കാരന് എൻ്റെ വസ്തുവിലെ 5 സെൻറ്റിമീറ്ററിലേക്ക് ഒരു ക്രോസ് ഈസ്മെൻ്റ് അവകാശം കൈവരും. അതുപോലെ എനിക്ക് അയൽക്കാരൻ്റെ 5 സെൻറ്റിമീറ്റർ വസ്തുവിലേക്കും ഒരു ക്രോസ് ഈസ്മെൻ്റ് അവകാശം കൈവരും. ഇനി അതിർത്തി മതിൽ അയൽക്കാരൻ പൂർണ്ണമായും അയാളുടെ വസ്തുവിൽ കെട്ടിയിരിക്കുകയാണ് എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ വസ്തുവിലേക്ക് 5 സെൻറ്റിമീറ്റർ അവകാശം കൈവരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇരു കൂട്ടരും പരസ്പരം സമ്മതത്തോടെ മതിൽ നിർമ്മിക്കുന്ന സന്ദർഭങ്ങളിലാണ് ക്രോസ് ഈസ്മെൻ്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ക്രോസ് ഈസ്മെൻ്റ് ഉള്ള മതിലിൽ ഒരാൾക്ക് മാത്രമായി മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. മതിലിന് ഉയരം കൂട്ടുകയോ ഉയരം കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇരു കൂട്ടരും പരസ്പരം സമ്മതിച്ച് സമവായത്തിലൂടെ മാത്രമേ അതിന് കഴിയൂ. അവിടെ എതിർകക്ഷിക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഒരു കക്ഷിക്ക് മാത്രമായി മതിലിൽ ആൾട്രേഷൻ വരുത്താൻ കഴിയില്ല. അങ്ങനെ ആൾട്രേഷൻ വരുത്തിയാൽ നമുക്കത് പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി സിവിൽ കോടതിയെ സമീപിക്കാനാകും. കാരണം മതിലിലെ അവകാശത്തെ ഇപ്പോൾ വിളിക്കുന്ന പേര് ജോയിൻ്റ് ഓണർഷിപ്പ് എന്നാണ്. ഈ ജോയിൻ്റ് ഓണർഷിപ്പുള്ള മതിലിൽ ഇരുഭാഗം കോ ഓണർമാരും ആ മതിലിൻ്റെ റീസണബിളായ ഉപയോഗം മാത്രമേ ആഗ്രഹിക്കാവൂ. ആ മതിലിന് കേടുപാടുകളോ ബലക്കുറവോ വരുത്താൻ പാടില്ല.
ഇരു കൂട്ടരുടെയും സമ്മതമില്ലാതെ മതിൽ പൊളിക്കാൻ കഴിയില്ല. ജോയിന്റ് ഓണർമാരിൽ ഒരാളെ ഒഴിവാക്കാൻ പറ്റില്ല. വസ്തു വിൽക്കുമ്പോഴും ഈ ക്രോസ് ഈസ്മെന്റ് തുടരും. അത് ആധാരത്തിൽ വിവരിക്കേണ്ടതാണ്. വിൽക്കുമ്പോൾ ക്രോസ് ഈസ്മെന്റ് കൈമാറ്റം ചെയ്യപ്പെടും. ഉടമ മരണപ്പെടുകയാണെങ്കിൽ അവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ജോയിന്റ് ഓണർഷിപ്പിൽ ഒരാളുടെ സമ്മതമില്ലാതെ മറ്റേയാൾ മതിലിന് ഉയരം കൂട്ടുകയാണ് എന്നിരിക്കട്ടെ. അത് തർക്കത്തിലേക്ക് വന്നാൽ മതിലിന്റെ ഉയരം പഴയപടിയാക്കാൻ കോടതി ഉത്തരവ് നൽകും. ഇമാംബായി കമറുദ്ദീൻ തുടങ്ങിയ നിരവധി കേസുകളിൽ ഇങ്ങനെ കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇരുകൂട്ടരും സമ്മതിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ എന്തു വേണമെങ്കിലും ആകാം. ഒരു മതിൽ നിർമ്മാണം കൊണ്ട് അടുത്ത പുരയിടക്കാരന്റെ ഈസ്മെന്റ് അവകാശങ്ങൾ ഹനിക്കപ്പെടും എന്നതിനാലാണ് മതിൽ നിർമ്മാണത്തിന് പഞ്ചായത്തിൽ നിന്നും അനുമതി വേണമെന്ന് പറയുന്നത്. അതിർത്തി പങ്കിടുന്നത് സർക്കാർ ഭൂമിയാണെങ്കിൽ അവിടെ മതിൽ പണിയുന്നതിന് ഉറപ്പായും പെർമിറ്റ് എടുത്തിരിക്കണം. കാരണം അത് പൊതുജനങ്ങളുടെ മൊത്തം ഈസ്മെന്റ് അവകാശങ്ങളിലേക്കാണ് നിഴൽ വീഴ്ത്തുന്നത്. സാധാരണഗതിയിൽ വീടിന്റെ പ്ലാനിൽ കൂടി മതിലിന്റെ പ്ലാനും കൂടി വരച്ചാണ് പെർമിറ്റ് എടുക്കുന്നത്. നമ്മുടെ വസ്തുവിന്റെ അതിർത്തി രേഖയ്ക്ക് പുറത്തു വെച്ച് അയൽക്കാരന് മതിൽ കെട്ടുന്നതിന് തടസ്സമൊന്നുമില്ല. അവിടെ ഈസ്മെന്റ് അവകാശമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ആ മതിൽ നിർമ്മാണം നമുക്ക് തടയാനാവില്ല. എന്നിരുന്നാലും മതിലിന് ന്യായമായ ഉയരം മാത്രമേ പാടുള്ളൂ എന്നുണ്ട്. ഒരു 6 അടി ഉയരം. മതിലിന് എത്ര ഉയരം വരെ ആകാം എന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. മതിൽ കെട്ടുന്നതുകൊണ്ട് വായുവിൻ്റെ ഒഴുക്ക്, പ്രകാശത്തിൻ്റെ കടന്നുവരവ് ഇവ തടസ്സപ്പെടുത്താൻ പാടില്ല. അയൽക്കാരന് ശരിയായി വായുവും വെളിച്ചവും ലഭിക്കാതെ വരികയാണെങ്കിൽ അയാൾക്ക് ആ മതിൽ പൊളിച്ചു നീക്കി വായു, വെളിച്ചം ഇവ ലഭിക്കുന്ന വിധത്തിൽ മതിൽ നിർമ്മിക്കാൻ കോടതി വഴി ഉത്തരവ് സമ്പാദിക്കാൻ കഴിയും. മതിൽ നമ്മുടെ വസ്തുവിലേക്ക് കയറ്റിയാണ് കെട്ടിയതെങ്കിൽ അറിയാമല്ലോ, ഉടൻ സിവിൽ കേസ് ഫയൽ ചെയ്ത് മതിൽ പൊളിച്ചു നീക്കി നമ്മുടെ അതിർത്തി സംരക്ഷിക്കേണ്ടതാണ്. കുറെ നാൾ കഴിഞ്ഞാൽ ആ സ്ഥലം പിന്നെ തിരികെ പിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് വിദേശത്തൊക്കെ നിൽക്കുന്നവർ നാട്ടിലെ വസ്തുവകകൾ നോക്കി നടത്താൻ ഒരു എസ്റ്റേറ്റ് ഓഫീസറെ നിയമിക്കുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിക്ക് കൃത്യമായ മതിലുണ്ടായിരുന്നാൽ മാത്രമേ ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കാനാകൂ. ഇപ്പോൾ മനസ്സിലായില്ലേ മതിലിൻ്റെ പ്രാധാന്യം? ഒരു മതിലിൽ എന്തിരിക്കുന്നു? ഒരു മതിലിൽ എല്ലാം ഇരിക്കുന്നു. ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഇതുപോലെ നിയമപ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതണേ. ഇത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുള്ള വീഡിയോ അല്ല. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് കൂടി ഒരു പൊതുബോധമുണ്ടാകാൻ ഇത്തരം വീഡിയോകൾ സഹായിക്കും. ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി.